ഓച്ചിറയിലെ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട് 12 വിളക്കിന് മുന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്ദി ഭഗവാന്റെ കാതുകളിൽ തങ്ങളുടെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്ന നിരവധി ഭക്തരെയും ഇവിടെ കാണാം. ഓച്ചിറയിൽ ഈ 12 ദിവസം എത്തുന്നവർക്കറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ വഴിവാണിഭക്കാരാണ് ഉള്ളത്. കാർഷിക സാധനങ്ങളും പച്ചക്കറികളും ചെടികളും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് എത്തും. ഇവിടെ കിട്ടാത്തതായിട്ട് ഈ ഒരു 12 ദിവസം ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെയില്ല. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അമ്പലത്തിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. നടന്നു പോകുന്ന പടനിലത്തിൻ്റെ 2 സൈഡിലും ഇതുപോലെ തന്നെയുള്ള സ്റ്റാളുകൾ കാണാം. അതിൻ്റെ മുന്നിലൊക്കെ അത് വാങ്ങിക്കാനായിട്ട് നിരവധി ആൾക്കാരെയും കാണാനായിട്ട് സാധിക്കും. കൊല്ലം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും ഒരു ഉത്സവം കൂടിയാണ് ഞങ്ങളുടെ ഈ ഓച്ചിറയിലെ വൃശ്ചികോത്സവം. ഇവിടെ എത്തുന്നവരുടെ കയ്യിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന സാധനങ്ങളുടെ ഒരു വലിയ കെട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ വരുന്നവർക്ക് ഭക്തിയോട് ഭഗവാനെ തൊഴാൻ ഒപ്പം തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ വില പറഞ്ഞു വാങ്ങിച്ചു കൊണ്ടുപോകാനും സാധിക്കും. ജാതിമത ഭേദമന്യേ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുന്ന, ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഈ വൃശ്ചികം 1 മുതൽ 12 വരെയാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ അപാര തിരക്കാണ്. ഞാൻ വരുമ്പോൾ പകൽ സമയമാണ്, ഉച്ച സമയമാണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത് തന്നെ കണ്ടിട്ട് പലരും എന്നെ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടുത്സവം നടക്കുന്ന ക്ഷേത്രം എന്ന ഖ്യാതിയുള്ള ഓച്ചിറയിൽ ശൈവ വൈഷ്ണവ സങ്കല്പത്തിൽ ഇവിടെ ആൽത്തറയിൽ ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ബിംബാരാധന ഇല്ല എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ശ്രീകോവിലുകൾ ഇവിടെ ഇല്ല, പ്രകൃതിയെ തന്നെയാണ് ഇവിടെ ആരാധിക്കുന്നത്. സ്റ്റീൽ തവികൾ, വേസ്റ്റ് കൊട്ടകൾ, തട്ടങ്ങൾ.
ആ വഴിയിൽ